ഏട്ടന് വേറെ ബന്ധമൊന്നും ഇല്ലല്ലോ അല്ലേ? ഏതെങ്കിലും ഭർത്താവിന് അഭിഹിതം ഉണ്ടെങ്കിൽ ഭാര്യയോട് തുറന്നു പറയൂ. ഒന്നി കൂടുതലുണ്ടെങ്കിലും അത്ഭുതമൊന്നുമില്ല. അവളും നീയും തമ്മിലുള്ള ബന്ധം എന്തുവാ? കാമുകിയത്. ആരാ? ബിനു ഉണ്ടോ? ബിൻചേട്ടൻ ഉറങ്ങുവാണല്ലോ. എനിക്കൊന്ന് കാണണമായിരുന്നു. ആര് വന്നെന്ന് പറയണം. ഞാൻ ബിനുവിന്റെ പെണ്ണാ. അപ്പൊ ഞാനാരാ? നീ ആരാന്ന് എനിക്കെങ്ങനെ അറിയാം? നിങ്ങൾ എന്ത് പറയുന്നത്? ബിൻചേട്ടൻ എന്നെ കല്യാണം കഴിച്ചേക്കുവാ. എടി നീ പറഞ്ഞ ബിനുവേ കുറച്ച് നാൾ മുന്നേ എന്നെ കല്യാണം കഴിച്ചതാ. ഇപ്പൊ ഞാൻ 3 മാസം പ്രഗ്നന്റാ. അയാളുടെ കൊച്ച എന്റെ വയറ്റിൽ വളരുന്നത്. എനിക്ക് അയാളെ കണ്ടേ പറ്റൂ. പറ്റത്തില്ല, ബിൻചേട്ടനെ കാണാൻ സമ്മതിക്കത്തില്ല. ഇല്ല, ഞാൻ കണ്ടിട്ടേ പോളൂ. എനിക്ക് കാണണം. മാറി മാറി വേണ്ട, മാറി അങ്ങോട്ട്. എനിക്ക് കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. മാറി അങ്ങോട്ട്. ബിനു, പുലികൾ കടത്താത്ത കാര്യം പറയടി. ഗർഭിണിയായി. ഗർഭിണിയായോ? രക്ഷപ്പെട്ടു. നമ്മൾ നിങ്ങള് ഗർഭിണിയായ കാമുകിയെ വീട്ടിൽ അവകാശം പറഞ്ഞോണ്ട് കയറി വന്നു ബിനുവേട്ടാ. കാമുകിയത്? നീ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾക്ക് എന്തെങ്കിലും അഭിഹിതം ഉണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറ. ഏതെങ്കിലും ഭർത്താവിന് അഭിഹിതം ഉണ്ടെങ്കിൽ ഭാര്യയോട് തുറന്നു പറയൂ. എനിക്കങ്ങനെ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചത്തു കളയും കേട്ടോ. നീ ചാവുന്നതിന് മുമ്പ് സത്യമാണെന്ന് അറിയണ്ടായോ? പക്ഷെ ഞാൻ സ്വപ്നത്തിൽ കണ്ടല്ലോ ബിനുവേട്ടാ. ശരിക്കും നിർത്തടി. രാവിലെ ഓരോന്ന് കണ്ടിട്ട് മണി 7 ആയതേ ഉള്ളൂ. കിടന്ന് ഉറങ്ങാൻ നോക്ക്. 8 മണിയമ്മനെ വിളിക്കാൻ അങ്ങോട്ട് ഓഫീസിൽ പോകാനുള്ളതാ. കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇതെന്ത് മോഹയിരിക്കുന്നേ? ഒന്നുമില്ല ഏട്ടാ. ഏട്ടന് വേറെ ബന്ധമൊന്നും ഇല്ലല്ലോ അല്ലേ? എൻ്റെ ദൈവമേ, ഞാനൊരു 100 വട്ടം പറഞ്ഞു ബന്ധമില്ലെന്ന്. ഞാൻ നേരിട്ട് കണ്ടതാ. എന്തോ നേരിട്ട് കണ്ട്? അല്ല, സ്വപ്നത്തിൽ ഞാൻ കണ്ടതാ ആ പെണ്ണ്. അത് സ്വപ്നമല്ലേ? എന്നാലും കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട് രാവിലെ കാണുന്ന സ്വപ്നമൊക്കെ ഫലിക്കുമെന്ന്. ഇതൊന്നും അല്ല കാര്യം. നിനക്ക് എന്നെ സംശയമാണ്. അതിനു വേണ്ടി നീ കാരണവന്മാരെ വെറുതെ കൂട്ടുപിടിക്കുക, അതല്ലയോ? അല്ല, അത് തന്നെ കാര്യം. നീ ഒരു കാര്യം ചെയ്യും. നിന്റെ സംശയം മൊത്തം ഒരു പേപ്പറിൽ എടുത്താ ഞാൻ വല്ലേ സീൽഡർക്കും കൊടുത്തിട്ട് അത് സീരിയലാക്കാം. ഞാൻ പോട്ടെ, സമയമില്ല കേട്ടോ. അറിങ്ങോട്ടെ. ജമിനി, ഈ പകൽ കാണുന്ന സ്വപ്നം ഫലിക്കാൻ ചാൻസ് ഉണ്ട്. ചേച്ചി, എൻ്റെ പൊന്നു ചേച്ചി, ഒന്നും പറയണ്ട. ഒരു 1000 രൂപ എടുക്കാൻ കാണൂ. എൻ്റെ കയ്യിലോ? എന്തുവാ? ഞാനിവിടെ ആശുപത്രി വരെ വന്നതാണേ. എന്തോ ഹോസ്പിറ്റലില്? അത് എൻ്റെ കൂട്ടുകാരനില്ലേ അനീഷ്, അവൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് വേറെ ബന്ധമുണ്ടെന്ന് അറിഞ്ഞു. ഇവൻ ചോദിക്കാൻ പോയി. അവർ തമ്മിൽ കുറച്ച് കയ്യാങ്കളിയായി. ഇവ അയാളെ തലയടിച്ച് പൊട്ടിച്ചു. ഇവന് കൈക്ക് വരിക്ക് പറ്റി. രണ്ടിനെയും കൂടെ ആശുപത്രി കൊണ്ടുപോയി. പിന്നെ ഇയാളെ 4 രോഹിണിയാണ്. ഒന്നി കൂടുതലുണ്ടെങ്കിലും അത്ഭുതമൊന്നുമില്ല. അയ്യോ, ബിനുവേട്ട നാളെ രോഹിണിയാണല്ലോ. അയ്യോ അല്ല, അളിയൻ ഡീസൻ്റാ, പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഓരോരോ സാഹചര്യമല്ലേ. ഒരു 1000 രൂപ എൻ്റെ ഇല്ലടാ. ഇല്ലേ? പിന്നെ ഞാൻ എന്തിനാ ഈ കഥ ഫുള്ള് പറഞ്ഞത്? ആദ്യമേ പറഞ്ഞിരുന്നു ഞാൻ അങ്ങനെ അങ്ങ് പോകില്ലായിരുന്നു. എടാ രതീഷേ, 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 ജമിനി, ഞാൻ രാവിലെ കണ്ട ഒരു ഗർഭിണിയുടെ സ്വപ്നത്തിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമോ? എൻ്റെ അനിയൻ്റെ കൂട്ടുകാരിയുടെ പെങ്ങൾക്ക് സംഭവിച്ചതുമായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ? അതും എൻ്റെ ഭർത്താവ് രോഹിണിയാണ്, അയാളും രോഹിണിയാണ്. ഇത് രണ്ടുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമോ? ഇനി ഇതിൻ്റെ ഒരു ഫലമായിട്ട് ഞാൻ അറിയുമെന്ന് വെച്ചിട്ടാണോ ഞാൻ ആ സ്വപ്നം കണ്ടത്? എന്തെങ്കിലും ഒരു മറുപടി പറയാമോ? ഗർഭിണി ശരിക്കും കയറി വരുമോ? അഥവാ ഗർഭം ഉണ്ടാവുമോ? എനിക്ക് വന്നവരുടെയും ഗർഭം നിർണ്ണയിക്കാൻ പറ്റത്തില്ല. അവിഹിതം എന്നെ കൊണ്ട് പിടിക്കാനും പറ്റത്തില്ല. പ്ലീസ്. இருக்குதா? பழைய பாட்டை பேப்பர் ஏதாவது இருந்தா கொடுங்க ചേച്ചി, நல்ல விலை தரேன். ഇല്ല. வீட்டுக்கு பின்னாடி பாருங்க ചേച്ചി. എടാ, ഇവിടെങ്ങും ഒന്നും ഇല്ലടോ. பழைய குப்பி பாட்டு ஏதாவது இருந்தா கொடுங்க. வீட்டில் பிள்ளை குழந்தை எல்லாம் இருக்குது, அதனால தான். ബാ നോക്കട്ടെ.
ചേച്ചി എന്താ ഇപ്പൊ വേണമാ? താൻ അങ്ങോട്ട് നിന്ന് ഞാൻ അങ്ങ് തരാം അങ്ങ്. ദാ. എത്രയും പ്രിയപ്പെട്ട എൻ്റെ ചേട്ടനറിയാം മായക്കുട്ടി എഴുതുന്ന കത്ത്. ചേട്ടൻ എന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായി. ചേട്ടൻ എനിക്ക് ഇന്നലെ വാങ്ങിത്തന്ന പയർവച്ച നിറത്തിലുള്ള സാരി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് പയർവച്ച നിറം ഏറെ ഇഷ്ടമാണെന്ന് ഏട്ടൻ എങ്ങനെ മനസ്സിലായി? ചേച്ചി എന്നെ പഠിച്ചിട്ടിരിക്കേ വേറെ വേസ്റ്റ് இருக்குதா? പോടോ, തനിക്ക് ആഗ്രഹം ഒരു കുന്തോ ഇല്ല. உங்களுக்கு പൈത്തെന്താ? ഇനി എന്നെ ചേട്ടൻ കാണാൻ വരുമ്പോൾ ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി വെക്കാം. കോളേജിൽ വെച്ച് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഏട്ടനെ കാണാൻ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ പോലെ ഉണ്ടെന്ന്. ആ നടപ്പിലും എടുപ്പിലുമൊക്കെ എനിക്കത് തോന്നാറുണ്ട്. എനിക്ക് ശോഭനയുടെ കട്ടുണ്ടെന്ന് ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലേ? അതിപ്പോൾ എനിക്കും തോന്നി തുടങ്ങി. നമ്മുടെ ബന്ധം ഇങ്ങനെ ആരും അറിയാതെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആരെങ്കിലും അറിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കില്ല, ചേട്ടനും ജീവിച്ചിരിക്കരുത്. നാളെ നമ്മുടെ പതിവ് സ്ഥലത്ത് നമുക്ക് കാണാം. ഞാൻ പയറുപച്ച സാരി ഉടുത്തോണ്ട് വരാം, ചേട്ടനും വരണം. ഇന്ന് ചേട്ടൻ്റെ സ്വന്തം മായക്കുട്ടി. മായക്കുട്ടി. ഡിവോഴ്സ് പെട്ടെന്ന് കിട്ടുമോ? ഡിവോഴ്സ് നമുക്ക് കോടതിക്ക് എന്തായാലും അതിൻ്റെതായ സമയം എടുക്കും. അതൊരു പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് തന്നെ കിട്ടത്തില്ല വക്കീലേ? എൻ്റെ മോളെ ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ മേടിക്കുന്ന പോലെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കോടതിക്ക് നല്ല ഫോർമാലിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കോടതിക്ക് അതിൻ്റെതായ തെളിവുകളും കാര്യങ്ങളും നമ്മൾ കൊടുക്കണം. അപ്പൊ ഇനി എന്താ വേണ്ടുന്നേ? ഈ ചായപ്പീന്ന് കിട്ടിയ പേപ്പർ കഷ്ണമായിട്ടൊന്നും കോടതി ചെന്നാൽ നമുക്ക് ഡിവോഴ്സ് കിട്ടത്തില്ല. നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് എവിഡൻസ് ആണ്. എവിഡൻസസ് എന്ന് പറഞ്ഞാൽ? എവിഡൻസ് എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്ന് നമുക്ക് കോടതിയിൽ തെളിയിക്കാൻ പറ്റണം. അതായത് അവർ തമ്മിലുള്ള ചാറ്റുകൾ, ഇവർ തമ്മിലുള്ള കോൾ ഹിസ്റ്ററി, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള മീറ്റിംഗ് പ്ലേസിൽ വെച്ചെടുത്ത ഫോട്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശക്തമായ തെളിവുകളുണ്ടെങ്കിൽ നമുക്ക് കോടതിയിൽ നമുക്ക് കാര്യങ്ങൾ ഫയൽ ചെയ്യാം. ഇങ്ങനെയുള്ള ശക്തമായ തെളിവുകളുണ്ടെങ്കിൽ പോലും കോടതി ചിലപ്പോൾ നിങ്ങളെ കൗൺസിലിങ്ങിനും മറ്റും വിധേയമാക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഡിവോഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങളിലോട്ടൊക്കെ എത്താൻ പറ്റൂ. നിങ്ങളൊരു കാര്യം ചെയ്യും, ശക്തമായ തെളിവുകളുമായിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഇനി ബിനുവേട്ടൻ്റെ കൂടെ മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല ഡോക്ടറെ. വക്കീല് ബിനുവേട്ടൻ്റെ കൂടെ മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല വക്കീലേ. സമയം ഇപ്പോൾ 10:30. എൻ്റെ കേസ് വേറെ ആരെങ്കിലും കോടതി കയറി വാദിക്കുന്നതിന് മുന്നേ എനിക്ക് കോടതിയിലെത്തണം. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ വാ. പുഷ്പം പോലെ ഞാൻ മേടിച്ച ഡിവോഴ്സ്. എടി വക്കീൽ പറഞ്ഞ നീ കേട്ടില്ലേ? ആദ്യം നിന്റെ സംശയം ശരിയാണെന്ന് ഉറപ്പുവരുത്തണം. അതെങ്ങനെ? ഒരു സംശയം തോന്നാത്ത രീതി വേണം പെരുമാറാൻ. ലൈക്ക് നീ പഴയ പോലെ സ്നേഹിച്ച് സംസാരിച്ച് ഒരു സംശയം തോന്നരുത്. പക്ഷെ ശ്രദ്ധിച്ച് വേണം ഓരോ മൂമെൻറ്റും ചെയ്യാൻ. എങ്ങനെ ശ്രദ്ധിക്കണം? ലൈക്ക് അയാൾക്ക് വരുന്ന ഫോൺ കോള്, മെസ്സേജ്, പുള്ളി ഒഴിഞ്ഞ് പുറത്തു പോകുന്ന രീതി, അതെല്ലാം ശ്രദ്ധിക്കണം. പക്ഷെ ഒരു സംശയം തോന്നരുത്. പിന്നെന്തൊക്കെ ചെയ്യണം? സംശയം നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ 2 വീട്ടുകാരെയും വിളിച്ച് മുന്നേ നിർത്തണം. കാര്യങ്ങൾ പിന്നെ അയാൾ തീരുമാനിക്കട്ടെ. എൻ്റെ പൊന്ന് CID, ഇതുപോലുള്ള കോമാളിത്തരം കാണിച്ചാലേ നിന്നെ ആദ്യത്തെ ദിവസം തന്നെ പിടിക്കപ്പെടും. അതുകൊണ്ട് മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യുക. അന്വേഷണമൊക്കെ നിന്റെ മനസ്സിൽ മാത്രം മതി. മനസ്സിലായാ? ഇനിയും തൊട്ട് ഞാൻ ഭയങ്കര സീരിയസ് ആയിരിക്കും. സീരിയസ് രേഖ. ഇതെന്താ? ഇതെന്തോന്ന് പറ. ഇതെന്തോന്ന് എനിക്കെങ്ങനെ അറിയാവുന്നേ? ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെമ്മീൻ. ഓ, എന്ത് കൃത്യം! ചെമ്മീനാ ഇഷ്ടമെന്ന്. കോടതിയിലെ ഈ ഒരു തെളിവ് മാത്രം മതി. എന്താണ്? ഒന്നുമില്ല, ചെമ്മീൻ ഭയങ്കര ഇഷ്ടമെന്ന് ആലോചിച്ചതാ. ഇതേ കറി വെക്കണ്ട, റോസ്റ്റ് ചെയ്താൽ മതി. ഓ, അപ്പൊ പിന്നെയും ആ കട്ടില് മൊത്തം സത്യവാ. മനുഷ്യ, റോസ്റ്റ് തന്നെ ഇറങ്ങത്തുള്ളല്ലേ? കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കി എത്ര ആലോചിക്കേണ്ട ആവശ്യം എന്താണ്? കോടതി. കോടതിയോ? കൊടംപുളി വേണമെന്ന് പറഞ്ഞതാ. കൊഞ്ച് റോസ്റ്റ് എന്തിനാ കൊടംപുളി ഇടുന്നത്? ഞാൻ എന്തൊരു മണ്ടിയാ. ഞാൻ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കത്തേ ഇല്ല. പൊട്ടി തന്നെ.
അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായേ? ഉണ്ടാക്കിയോട്ടെ. മിനുവേട്ടാ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാ? അതൊന്നും അറിയത്തില്ലയോ? എനിക്കറിയാം, പക്ഷെ ഒരു തെളിവിന് വേണ്ടിയിട്ട് ചോദിച്ചതാ. ഏതാ? തെളിവിന് വേണ്ടിയോ? എന്തോ തെളിവ്? തെളിവെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം തെളിച്ചറിയണമല്ലോ, അതിന് ചോദിച്ചതാ. അങ്ങനാണെങ്കിൽ എനിക്ക് പച്ച ഇഷ്ടമാണ്. മതി മതി, അത് മതി. ഈ പച്ച എന്ന് പറയുമ്പം അതേത് പച്ചയാ? എല്ലാ പച്ച എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല. എനിക്ക് ഏത് പച്ചയെന്ന് കൃത്യമായിട്ട് അറിയണം, എന്നാലേ അത് തെളിവാകത്തുള്ളൂ. ഉദാഹരണത്തിന് പയറ് പച്ച. പയറ് പച്ച ഇഷ്ടമാണ്. എന്ത് ആലോചിക്കുന്നേ? ഞാൻ ഈ പയറ് പച്ച എല്ലാവേ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിച്ചെടുത്തതാ മിനുവേട്ടാ. ഓ അങ്ങനെ. എൻ്റെ ഈ നൊസ്റ്റാൾജി ആയിരിക്കും ഈ പയറ് പച്ച, അല്ലയോ? നൊസ്റ്റാൾജിയ പലതും ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. മിനുവേട്ടാ, സത്യം പറഞ്ഞാലേ നിങ്ങളെ കാണാൻ രജനീകാന്തിനെ പോലുണ്ട്. ഊരേ ഇതേ പറ്റി താൻ പേസിട്ട് ഇരിക്കേ. ഒരു വിഷയം തരുമാ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് എൻ്റെ രജനി സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പെൺകുട്ടികൾക്കോ അതോ ഒരു പ്രത്യേക പെൺകുട്ടിക്കോ? പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാവർക്കും. അപ്പോൾ ഒന്നിലധികം ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ ഒരു തെളിവ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കുറേ നേരമായല്ലോ, നീ എന്ത് കിടക്കിടക്കി ആലോചിച്ച് കൂട്ടുന്നത്? ഏട്ടാ, എന്നെ കാണാൻ ശോഭനെ പോലുണ്ടോ? എടി, ശോഭന പറഞ്ഞാൽ നിന്നെ വണ്ടി വിളിച്ചു തല്ലും. എൻ്റെ പൊന്നെ, ശോഭന എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷണം സുന്ദരി ഇല്ലയോ? സത്യം പറയാലോ, എൻ്റെ കോളേജിൽ ശോഭനെ പോലൊരു പെൺകൊച്ചുണ്ടായിരുന്നു. എനിക്കറിയാമല്ലോ. നിനക്കെന്നറിയാം? അല്ല, എല്ലാ കോളേജിലും കാണുമല്ലോ ശോഭനെ പോലെ ഒരു പെൺകുട്ടി, ഭയങ്കര സുന്ദരിയായിരിക്കും. ഒന്ന് പോടി കിടന്ന്, നീ പോയി വല്ല കഴിക്കാൻ ഉണ്ടാക്കുക, വിശന്നിട്ട് വയ്യ. അങ്ങനെ ചെമ്മീനി തുടങ്ങി രജനീകാന്ത് ഇവരെ തെളിവുകളെത്തി. ഇതിപ്പരം വേറെ എന്ത് തെളിവാണ് വേണ്ടുന്നത്? ഞാൻ രജനീകാന്തിനെ കോടതി കൊണ്ടുവരും, ഇയാൾക്കെതിരെ മൊഴി കൊടുക്കാൻ ധനുഷിനെയും കൊണ്ടുവരും. ഡിവോഴ്സ് ആയില്ലയോ? വേണ്ട, ശോഭന വിളിച്ചാൽ വരും, വന്നിരിക്കും. അവർക്ക് മലയാളം അറിയാമല്ലോ. തുടരെ ഞാൻ 3 വട്ടം കണ്ടാന്ന് പറയും. സാരമില്ല, ചെമ്മീന് നാരങ്ങ വെള്ളം കൊടുത്ത് ഇയാളെ ഞാൻ കൊന്നാലോ? എന്നെ ഇത്ര നാളും ചതിച്ചതിൻ്റെ ശിക്ഷയ്ക്ക്. വേണ്ട, അങ്ങനെ കൊന്നാൽ അത് എളുപ്പമുള്ള മരണമായിരിക്കും. നാണം കെടുത്തണം. കോടതിയിൽ തെളിവുകൾ നിരത്തി ഞാൻ ഇയാളെ നാണം കെടുത്തു എല്ലാവരുടെ മുന്നിൽ, എന്നിട്ട് കൊല്ലും. എന്നിട്ട് ജയിലിൽ കിടക്കുന്ന അയാളുടെ മുഖത്ത് നോക്കി ചിരിക്കും, കക്കട്ടം വെട്ടി ചിരിക്കും. എന്താ രണ്ടുപേരും കൂടെ? അമ്മ എന്താ കൊണ്ടുവരുന്നത്? അമ്മയെ കൊണ്ടുവരാൻ പറ്റിയ കാര്യങ്ങളാണല്ലോ ഈ വീട്ടിൽ നടക്കുന്ന മൊത്തം. എന്താ വെച്ചാ? എന്താടാ നിൻ്റെ ഉദ്ദേശം? ഒന്നുമില്ല വെച്ചാൽ അവധിയല്ലേ, അപ്പോൾ ഫുട്ബോൾ കാണാമെന്ന് വിചാരിച്ചു. എൻ്റെ കളി ഇച്ചിരി കൂടുന്നുണ്ട്. ഇത്രയും നല്ലൊരു വീട്, സൗഭാഗ്യങ്ങൾ, നല്ലൊരു വീട്ടിൽ നിന്ന് ബന്ധം. അത് ശരിയാ വെച്ചാ. എന്താ ചെയ്യാ, വലിവ് കൂടുതലാണോ? വലിച്ചോണ്ടിരിക്കുമല്ലേ. ഇത്രയും നല്ലൊരു ബന്ധവും നല്ലൊരു ഭാര്യയും കിട്ടിയിട്ട് നിനക്ക് എങ്ങനെ തോന്നടാ മോനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? എൻ്റെ ബിനു, നിന്നെ ഞാൻ ഇതുവരെ എൻ്റെ മോനായിട്ടാണ്, ഒരു മരുമോനായിട്ടല്ല. അല്ലച്ചാ, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ഇപ്പം എന്താ ഉണ്ടായത്? നീ എല്ലാം അറിഞ്ഞിട്ടും അറിയാത്തതിൻ്റെ കൂട്ട് ഭാവിക്കുവാന്നോടാ. ഒരുപാട് നല്ല പിള്ള കളിക്കില്ലേ നീ? ഇല്ലച്ചാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവളെന്തിയടാ? അവളുടെ കൂട്ടുകാരി വന്നു, അപ്പം അടുക്കളയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവളെ വിളിക്ക്. രേഖേ, ഈ കൊച്ചു ഏതാ മോളെ? ഇതാശാ ഞാൻ പറഞ്ഞ കൂട്ടുകാരി. മിണ്ടായിരടാ, നിനക്ക് കൂട്ടുകാരികളെല്ലാം അറിയാം. എന്തുവാ മോടെ പേര്? രേണുക.
നോക്ക് ചുഴലി വല്ലതും ഉണ്ടോ? ഇല്ലച്ചാ, സിറ്റുവേഷൻ അനുസരിച്ച് എക്സ്പ്രഷൻ ഇട്ടതാ. മോളെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം. ഒരുപാടങ്ങ് പെർഫോം ചെയ്യാൻ മോളെ അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോകും കേട്ടോ. എന്താ വെച്ചാൽ സിറ്റുവേഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിങ്ങ് എടുക്കും മോളെ. എന്താടാ ഇത്? ആരാടാ ഇത്? മായക്കുട്ടി. അപ്പം നിനക്കറിയാം അതാരാന്നാ ഞാൻ ചോദിച്ചത്. കാമുകയാണെന്ന് തോന്നുന്നു. അവളും നീയും തമ്മിലുള്ള ബന്ധം എന്തുവാ? അവളുടെ വീടെന്തുവാ? നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഏത് രീതിയിലാണ്? അച്ഛാ സത്യമായിട്ട് എനിക്കറിയത്തില്ല ആരാന്ന്. നിനക്കറിയാതെ ഇതെങ്ങനെ നിന്റെ സ്റ്റോർ റൂമിൽ വരുന്നേ? അച്ഛൻ എനിക്ക് എഴുതിയ ലെറ്റർ അല്ല. കൂടുതൽ സത്യസന്ധം കളിക്കല്ലേ ബിനുവേ നീയെ. തണ്ടമാരെ, ഇവനെ പോലുള്ള സ്ത്രീലമ്പടന്മാരെയൊക്കെ ഉണ്ടല്ലോ സമൂഹത്തിൽ വെക്കാൻ പറ്റത്തില്ല. പാവപ്പെട്ട പെണ്ണുങ്ങളെ പറ്റിച്ച് വഞ്ചിച്ച് ജീവിക്കുന്ന ഇവന്മാരെയൊക്കെ ഉണ്ടല്ലോ ചാട്ടവാറടിച്ച് കണ്ണിൽ മുളക് പൊടിയും തേച്ച് പണ്ടാരം അടക്കി വിടണം. ഇല്ല അച്ഛാ. മോള് കല്യാണം കഴിച്ചാണ്? ഇല്ല. കഴിക്കണ്ട കേട്ടോ, വീട്ടിൽ മുളക് പൊടി ഒരുപാട് ചിലവാകും. അച്ഛൻ സത്യമായിട്ട് അറിയത്തില്ല ഇവരെ. എങ്ങനെയാ ഞാൻ എന്ത് കഷ്ടപ്പെട്ടറിയാമോ? ആ സ്റ്റോർ റൂമിൽ ഇരിക്കുമായിരുന്നു ഇത്. അറിയോ, ഞാൻ അത് എഴുതിയേക്കുന്ന തേനും വൈമ്പും പാലും ചേർത്തെടുത്ത് വായിച്ചു നോക്കി. ഒരു ഭാര്യയ്ക്ക് എന്റെ വിഷമം അറിയത്തുള്ളൂ. ഞാൻ ആരാ വിചാരം? അച്ഛാ ഇതൊന്ന് നോക്കിയേ, ഇതിൽ എവിടെങ്കിലും എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ഉള്ളതല്ല, കള്ളവാ ഇതൊക്കെ. ആര് പറഞ്ഞു? അതിനകത്തുണ്ട്. ചേട്ടൻ എഴുതിയിരിക്കുന്നു. ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാനാവണമെന്നുണ്ടോ? വേറെ ചേട്ടന്മാരില്ലേ? എടി നിന്റെ അച്ഛനെ അമ്മ ചേട്ടൻ തന്നെ വിളിക്കുന്നത്. അപ്പൊ ഇത് അച്ഛനുള്ള കത്തായിരുന്നോ? ഈ വീട് ആരുടെയാ? നമ്മുടെ വീട്. എടി നമ്മളുടെ താമസത്തിന് മുമ്പ് ആരുടെയായിരുന്നു? വാടകക്കാരുടെ. ആ എന്റെ പൊന്നച്ഛ, ഇവിടെ മുൻപ് താമസിച്ച ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റർ എഴുതി അത് സ്റ്റോർ റൂമിൽ കൊണ്ട് കളഞ്ഞിട്ട് അതെടുത്ത് പൊക്കിയെടുത്തോണ്ട് വന്ന് വായിച്ചിട്ട് അത് എന്റെ പേരിലാക്കിയതാ. അല്ല ഇതിനകത്തൊരു കഴമ്പുമില്ല. ഒരു നീ പറഞ്ഞത് കാര്യമുണ്ട്. ഇവിടെ ഈ സംശയം കാരണം നിങ്ങൾ ഇപ്പൊ എന്നെ ഡിവോഴ്സ് ചെയ്യിപ്പിച്ചാനല്ലോ. മോനെ വിനു, നിനക്ക് വിഷമമൊന്നും തോന്നരുത്. നീ എൻ്റെ മോൻ തന്നെ. സോറി. കുഴപ്പമില്ല അച്ഛാ. എൻ്റെ പൊന്നു മോളെ, വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു കത്ത് കിട്ടി. ആ കത്തും പൊക്കി പിടിച്ച് ഇവനെ സംശയിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ നിനക്ക്? നീ ഒരു സംശയരോഗിയാണോ? നീ അടി കിട്ടുന്നതിന് മുമ്പ് എവിടുന്ന് സ്കൂട്ടായിപ്പോ? എന്ത് ചെയ്തു? എന്റെ പൊന്ന് രേഖയെ, ഇങ്ങനെ കാള പെട്ടെന്ന് കേട്ട ഉടനെ കയറെടുക്കല്ലേ. ബിനുവേട്ടാ, സോറി ബിനുവേട്ടാ, എൻ്റെ കുഴപ്പമല്ല, എൻ്റെ സ്വപ്നത്തിൻ്റെ കുഴപ്പമാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബിനുവേട്ടന് ഒരു സംശയമില്ലായിരുന്നു. അവള് പറഞ്ഞു പറഞ്ഞ സംശയം ആക്കിപ്പിച്ചതാ. നീ കുറച്ചാളത്തേക്ക് സ്വപ്നമൊന്നും കാണുന്നുണ്ടോ കേട്ടോ? ഇനി രണ്ടുപേരോടായിട്ട് ഞാനൊരു കാര്യം പറയുക. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സമാധാനത്തോടെ അങ്ങ് മുമ്പോട്ട് പോവുക. പിന്നെ മോളോട് പറയാനുള്ളത്, എന്തെങ്കിലും കാണുമ്പോൾ ഓവർ തിങ്ക് ചെയ്ത് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത്. കേട്ടല്ലോ? വിഷമിപ്പിക്കല്ലേ അച്ഛന്മാരെ. ഇനി ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. കിട്ടി കിട്ടി. എടാ നീ ഡിവോഴ്സ് അല്ല, നീ നോക്കിക്കോ, ഒറ്റ ഒപ്പിട്ടാ മതി. ഒരു ജഡ്ജിയെ സ്വാധീനിക്കേണ്ടി വന്നില്ല. സെക്ഷൻ 497 IPC, ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 84. എടാ ഹിന്ദു മാരേജ് ആക്ട് 1955. നീ ഉണ്ടല്ലോ, ഡിവോഴ്സ് അല്ല, നീ അന്തരീ പോകും. ഒറ്റ ഒപ്പ് മതി. ആ വക്കീല് പരീക്ഷ പഠിച്ച് ഭ്രാന്തായതാന്ന് തോന്നുന്നു. ഓടാ മുന്നേ, നിന്നെ ആരടാ വക്കീലാക്കിയത്? എല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ അളിയാൻ വലിച്ചത് മതി. നമുക്ക് പോവാം. സമാധാനമായല്ലോ. സോറി കേട്ടോ. എനിക്ക് നല്ല വിശപ്പ്. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? കൊഞ്ച് റോസ്റ്റും പച്ച പെരമെഴുക്കുവരട്ടി ആക്കി തന്നോ? അന്ന് കൊണ്ടുവന്നതേ വെച്ചില്ല. അകത്തുണ്ട് മോളെ, അങ്ങോട്ട് ചെല്ല. ചേട്ടാ, ആരാ? സെൻസസ് എടുക്കാൻ വന്നായിരുന്നു. ആ സെൻസസിന് ആള് വന്നു. സെൻസസിന് ആള് വന്നു.
ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ല, പ്രഗ്നൻ്റ് ആയിരുന്നേ.